പരമശിവശേഷ പാരമ്പര്യക്രമേണ സ്വഗുരുപാദാമൃതം യാവത്താവത്തണം. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും, അമ്മമാർക്കും, സഹോദരിമാർക്കും എല്ലാവർക്കും എന്റെ പ്രണാമം. ഇന്നത്തെ ഗുരുപൂജ സങ്കല്പം വ്യാസപൗർണമിയാണ്, വ്യാസജയന്തിയാണ്. വ്യാസജയന്തിയിലാണ് നമ്മൾ ഗുരുസങ്കല്പം എല്ലാവരും സ്മരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വ്യക്തിപരമായി ഓരോ ഗുരുവിനെ നമ്മൾ ആദരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിയെയാണോ ആദരിക്കുന്നത്? ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഗുരുതത്വത്തെയാണ് നാം ആദരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ 3 ശരീരങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അതിൽ സ്ഥൂലത്തിൽ വ്യക്തി എന്ന ഗുരുവും, സൂക്ഷ്മത്തിൽ അത് ഗുരു തത്വവുമാണ്, കാരണത്തിൽ ഒരു ഈശ്വരനാണ്. ഈ 3 അവസ്ഥകളിലുള്ള ഇതിന്റെ അടിസ്ഥാനം എല്ലാവരിലും അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന അന്തര്യാമിയായ ആ ആത്മചൈതന്യമാണ്. അതാണ് സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലുമുള്ള അത് 3 ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. ഓരോരുത്തരിലും ഈ ഗുരു തത്വമുണ്ട്. ഇതിനെ നമുക്ക് പുറത്ത് അറിയുന്നില്ല. അജ്ഞാനം കൊണ്ട് ഈ തത്വത്തെ വെളിപ്പെടുന്നില്ല. അതിനെ സഹായിക്കുന്ന ആളാണ് സ്ഥൂലഗുരു. അജ്ഞാനം മാറുമ്പോൾ നമ്മളിലെ ആ ഗുരുതത്വം തെളിഞ്ഞു വരും. ഗുരുത്വമായി ഗുരുത്വമുണ്ടെങ്കിൽ അത് ക്രമേണ ഗുരുവായി പരിവർത്തനം ചെയ്യപ്പെടും. എല്ലാവരിലും ഉണ്ട് ഈ ഗുരു. അതിന് നാം ഇങ്ങനെ സാധന ചെയ്ത് ആ ഗുരുവിനെ വെളിച്ചത്ത് കൊണ്ടുവന്ന് ഓരോരുത്തരും അതായി മാറണം. രത്നാകരനെ നമുക്കറിയാമല്ലോ, കേട്ടിട്ടില്ലേ? രത്നാകരൻ ആദ്യത്തെ വിശ്വകവിയായി മാറിയത് എങ്ങനെയാണ്? സാധനയിലൂടെ, രാമമന്ത്രത്തിലൂടെ. അതേ രാമമന്ത്രം പ്രത്യേകിച്ച് നമ്മൾ ഇന്നിവിടെ ചൊല്ലിയ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് രണ്ടും ഈ രാമനും കൃഷ്ണനും ഈ ജീവിച്ചിരുന്ന ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ജീവിച്ചിരുന്ന ശ്രീരാമനും കൃഷ്ണനും അല്ല. രാമതത്വത്തെയും ശ്രീകൃഷ്ണ തത്വത്തെയുമാണ് ബ്രഹ്മാവ് നാരദനോട് പറയുന്നു. കരികാലത്തിൽ കഷ്ടതകളാണല്ലോ ഭഗവാനെ, ഈ ജനങ്ങൾ എങ്ങനെ അതിൽ മോചനം നേടുമെന്ന് പറഞ്ഞപ്പോൾ ഈ കലിസന്ധരണ മന്ത്രം, കലികാലത്തിൽ മോചനത്തിന് വേണ്ടി കലിസന്ധരണ മന്ത്രം ബ്രഹ്മാവാണ് നാരദന് ഉപദേശിച്ചത്. അത് ആ തത്വത്തെയാണ്, 2 വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണനും രാമനും ഉണ്ടാവുന്നതിന് മുമ്പേ ഈ തത്വം ഉണ്ടായിരുന്നു. ഈ തത്വം തന്നെയാണ് നമ്മളിലുള്ളത്. അതിന് ഓരോരുത്തരും അതിനു വേണ്ട സാധന ചെയ്യണം. ഒന്നും മാത്രമേ ഉള്ളൂ, സത്യം വദ. എല്ലാവരും പാലിക്കേണ്ടത് സത്യമേ പറയാം. എല്ലാ സത്യവും പറയണമെന്നല്ല എൻ്റെ അർത്ഥം. പറയുന്നത് സത്യമായിരിക്കണം. 2 ധർമ്മം ആചരിക്കണം. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. 3 സ്വാധ്യായാൻമാ പ്രമദഃ. നിത്യവും സ്വാധ്യായം ചെയ്യണം. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവന്റെ ഒരു ഭാഗമായി മാറണം. നിത്യവും സാധനയുണ്ടാവണം. സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാൻമാ പ്രമദഃ. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.